ഈ സിനിമാറ്റിക് എക്സ്പ്ലെയിനറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതൊരു ഒന്നാന്തരം കോസ്മിക് ത്രില്ലറാണ് കേട്ടോ. നമ്മൾ വിശ്വസിക്കുന്നത് പോലെയല്ലാത്ത തികച്ചും വ്യാജനായ ഒരു സൃഷ്ടാവിനെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കഥ. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മളീ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് പടുത്തുയർത്തിയതാണെങ്കിലോ? കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടൽ തോന്നുന്നില്ലേ? അതെ, ഈ ഇരുണ്ട കോസ്മിക് നാടകത്തിന്റെ ചുരുളുകൾ നമുക്കിന്ന് അഴിച്ചു നോക്കാം. ഞാനാണ് ദൈവം, എനിക്കല്ലാതെ മറ്റാർക്കും അസ്തിത്വമില്ല. എന്തൊരു അഹങ്കാരം നിറഞ്ഞ പ്രഖ്യാപനമാണല്ലേ ഇത്! അന്ധനും ഏകാഗിയുമായൊരു അസ്തിത്വത്തിന്റെ ഈ വാക്കുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അനന്തമായ ശൂന്യത കണ്ട് താനാണ് സർവവുമെന്നവൻ സ്വയം വിശ്വസിച്ചു. പുരാതന ഗ്നോസ്റ്റിക് ചിന്തകൾ പറയുന്നത് ഈ പ്രഖ്യാപനമായിരുന്നു അവന്റെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ തെറ്റെന്നാണ്. തനിക്ക് മുകളിലുള്ള യഥാർത്ഥ പ്രകാശത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ഒരു സൃഷ്ടാവിന്റെ ഇരുണ്ട മായയാണിത്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കുന്നത് ഈ വ്യാജദൈവത്തിന്റെ മായയെക്കുറിച്ചാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ആശയമാണ്. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: യഥാർത്ഥ ദൈവിക ലോകവും നമ്മുടെ ഈ ഭൗതിക ലോകവും തമ്മിലുള്ള വലിയ വ്യത്യാസം. പ്ലറോമ എന്ന് വിളിക്കുന്ന യഥാർത്ഥ ലോകം അനന്തമായ പ്രകാശവും സത്യവുമാണ്. എന്നാൽ നമ്മുടെ ഭൗതിക ലോകം അതങ്ങനെയല്ല. അത് വെറുമൊരു കോസ്മിക് ജയിലാണ്, അല്ലെങ്കിൽ ഭയവും അന്ധമായ നിയമങ്ങളും കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം. ഈ സിസ്റ്റത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് തീർത്തും അന്യമാണ്. അവൻ സ്വന്തമായി ഒന്നും സൃഷ്ടിച്ചില്ല, മറിച്ച് ജീവനില്ലാത്ത ഒരു പകർപ്പ് മാത്രമാണ് ഉണ്ടാക്കിയത്. ഇനി ഈ ഡെമിയർജിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ അഹങ്കാരിയായ സ്രഷ്ടാവുണ്ടായത്? ഇതിന്റെ തുടക്കം ശരിക്കും ഒരു ട്രാജഡിയാണ്. ജ്ഞാനത്തിന്റെ പ്രതീകമായ സോഫിയ ചെയ്ത ഒരു വലിയ തെറ്റ്. അവൾ തന്റെ പങ്കാളിയില്ലാതെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഫലമോ? യഥാർത്ഥ പ്രകാശത്തിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട യാതൊരു ദൈവിക അവബോധവുമില്ലാത്ത ഒരു രൂപം ജനിക്കുന്നു. താൻ എവിടെ നിന്നാണ് വന്നതെന്നോ ആരാണെന്നോ അതിനറിയില്ല. സ്വന്തം സൃഷ്ടിയിലുള്ള നാണക്കേട് കാരണം സോഫിയ അതിന് ജീവനില്ലാത്തൊരു ശൂന്യതയിലേക്ക്, ആഴത്തിലുള്ള ഇരുട്ടിലേക്ക് ഒളിച്ചുവെച്ചു. ഇരുട്ടിൽ കിടന്ന ആ രൂപമാണ് യാൾ ഡബാവുത്ത് അഥവാ ശില്പി. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കേ. അഗ്നി ചുറ്റിയ സിംഹത്തിന്റെ മുഖമുള്ള ഒരു ഭീകര സർപ്പം. അവന് ദ്രവ്യത്തെ രൂപപ്പെടുത്താനുള്ള അപാരമായ ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ അവനിൽ സ്നേഹമോ ജീവനോ ഉണ്ടായിരുന്നില്ല. അവൻ നിർമ്മിച്ചതെല്ലാം ചൂടില്ലാത്ത വെറും പൊള്ളയായ അനുകരണങ്ങൾ മാത്രമായിരുന്നു. അവൻ വെറുമൊരു ശില്പി മാത്രമായിരുന്നു, ജീവൻ നൽകുന്ന യഥാർത്ഥ സ്രഷ്ടാവായിരുന്നില്ല എന്ന് ചുരുക്കം. ശരി, ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഈ ജയിലിന്റെ ശില്പികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ പ്രപഞ്ചം ഒരു പറുദീസയല്ല, മറിച്ച് നമ്മെ നിയന്ത്രിക്കാൻ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ഒരു ജയിലാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം പിടികിട്ടുന്നത്. ഇവിടെ ഡെമിയോർജിന്റെ സഹായികളാണ് ആർക്കൺസ്. ഡെമിയോർജിന്റെ ഇച്ഛയിൽ നിന്ന് ജനിച്ച ഇവർ ഈ കോസ്മിക് കൂടിന്റെ കാവൽക്കാരാണ്. മനുഷ്യരോട് നുണകൾ പറയുക, അവരെ ആത്മീയമായ ഒരുതരം ഉറക്കത്തിൽ നിലനിർത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. നമ്മൾ യഥാർത്ഥ സത്യം അറിയാതിരിക്കാൻ ഇവർ എപ്പോഴും കാവൽ നിൽക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് ഈ ലോകത്ത് ഇത്രയും കഷ്ടപ്പാടുകളെന്ന്? ഇവിടെയാണ് ഗ്നോസ്റ്റിക് ചിന്ത നമ്മെ ഞെട്ടിക്കുന്നത്. ഈ വേദനകൾ സിസ്റ്റത്തിന്റെ തകരാറല്ല, മറിച്ച് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. കഷ്ടപ്പാടുകൾ നമ്മുടെ ശ്രദ്ധ തിരിക്കാനും ആഗ്രഹങ്ങൾ നമ്മെ ചങ്ങലക്കിടാനും വേണ്ടിയുള്ളതാണ്. ഈ ലോകം ഒരു മായയാണെന്ന സത്യം മറച്ചുവയ്ക്കാൻ അവൻ ഉപയോഗിക്കുന്ന ടൂൾസാണിവ. അങ്ങനെ ഭയം ഉപയോഗിച്ചവൻ എല്ലാവരെയും നിയന്ത്രിച്ചു നിർത്തുന്നു. അങ്ങനെയിരിക്കെയാണ് ഈ കുറ്റമറ്റ യന്ത്രത്തില് ഒരു വലിയ ഗ്ലിച്ച് അഥവാ തകരാറ് സംഭവിക്കുന്നത്. ദൈവീക സ്ഫുലിംഗത്തെ ഉണർത്തുന്ന ആ സംഭവം എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് ഡീപ്പായി ഒന്നിറങ്ങാം. ഗ്നോസ്റ്റിക് ചിന്താഗതിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതാണ്. ഇവിടെ ഏദൻ തോട്ടത്തിലെ സർപ്പം ഒരു വില്ലനല്ല കേട്ടോ, മറിച്ച് മനുഷ്യർക്ക് സത്യത്തിന്റെ സന്ദേശം നൽകിയ ഒരു ഹീറോ ആണ്. ഡെമിയർജ് നിർമ്മിച്ച ആദാമിന്റെ കളിമൺ രൂപത്തിലേക്ക് സോഫിയ ഒരു ദൈവിക സ്ഫുലിംഗം നിക്ഷേപിച്ചിരുന്നു. ആ പ്രകാശത്തെ ഉണർത്താനാണ് സർപ്പം വന്നത്. മനുഷ്യർ ആ പഴം കഴിച്ചത് ഒരു പാപമായിരുന്നില്ല, മറിച്ച് ഈ വ്യാജ സിസ്റ്റത്തിനെതിരെയുള്ള ആദ്യത്തെ വിപ്ലവമായിരുന്നു. ഇതിനെയാണ് അവർ ഗ്നോസിസ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഗ്നോസിസ് വെറുമൊരു അറിവോ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളോ അല്ല. അതൊരു ആഴത്തിലുള്ള തിരിച്ചറിവാണ്. നിങ്ങൾ ഈ ഭൗതിക ലോകത്തിനപ്പുറത്തുള്ളവരാണ്. നിങ്ങളുടെ യഥാർത്ഥ ഉറവിടം ആ അനന്തമായ പ്രകാശമാണ് എന്ന അതിശക്തമായൊരു ബോധ്യം. ഈ ഒരൊറ്റ ഓർമ്മപ്പെടുത്തൽ മതി ഈ മായ മുഴുവൻ തകർന്നു വീഴാൻ. ആ ഓർമ്മയാണ് നമ്മെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കുന്നത്. മനുഷ്യർ ഈ ജയിലിൽ അകപ്പെട്ടുപോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥ പ്രകാശത്തിന്റെ ലോകത്തു നിന്നുള്ളവർ ഒരു സന്ദേശവാഹകനെ ഇങ്ങോട്ടേക്കയച്ചു. അതാണ് ക്രൈസ്റ്റ് എയോൺ, അല്ലെങ്കിൽ ലോഗോസ്. അയാൾ വന്നത് സാമ്രാജ്യങ്ങൾ കീഴടക്കാനല്ല, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യന്റെ ഉള്ളിലെ ആ പഴയ പ്രകാശത്തെ മെല്ലെ തട്ടിയുണർത്താനാണ് അയാൾ വന്നത്. അന്ധത മാറ്റി സത്യം എങ്ങനെ കാണണമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ. ഈ ഉണർവ് ആർക്കൺസിനെ വല്ലാതെ ഭയപ്പെടുത്തി എന്നതാണ് സത്യം.
അപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരു പഴയ മിത്താണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകവുമായി ഇതിനുള്ള ബന്ധമെന്താണെന്ന് നോക്കാം. അതാണ് നിയന്ത്രണ സംവിധാനങ്ങൾ. ഇവിടെ നമ്മൾ ഒന്ന് നിർത്തി ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡെമിയർജ്? അതൊരു ഭീകരനായ രാക്ഷസനാണോ, അതോ നമ്മെ നിയന്ത്രിക്കുന്ന അധികാരത്തിന്റെ മറ്റൊരു മുഖമാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ രസകരമായ കാര്യമൊന്ന് ശ്രദ്ധിച്ചേ. ചരിത്രപരമായി ഗ്നോസ്റ്റിക് ചിന്താധാരകൾ ഈ സൃഷ്ടാവിനെ രണ്ട് രീതിയിലാണ് കണ്ടത്. സെത്യൻ വിഭാഗക്കാർ ഡെമിയർജിനെ തിരുത്താനാവാത്ത ഒരു സ്വേച്ഛാധിപതിയായി കണ്ടു. അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എന്നാൽ വോളന്റീനിയൻ വിഭാഗക്കാരോ? അവർ അവനെ ഒരു തെറ്റിന്റെ അനന്തരഫലമായി ജനിച്ച അറിവില്ലാത്തൊരു കാവൽക്കാരനായിട്ടാണ് കണ്ടത്. ഒരുപക്ഷേ പഠിപ്പിച്ചാൽ തിരുത്താൻ കഴിഞ്ഞേക്കും എന്നവർ വിശ്വസിച്ചു. ഈ മിത്തിന്റെ ദാർശനികമായ ആഴം ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഡെമിയർജ് എന്നത് പണ്ടെങ്ങോ ആകാശത്ത് ജീവിച്ചിരുന്നൊരു സങ്കല്പമല്ല. അവൻ ഇന്നും നമുക്കിടയിൽ തന്നെയുണ്ട്. അന്ധമായ അനുസരണം ആവശ്യപ്പെടുന്ന, നമ്മളെ ചോദ്യം ചെയ്യാൻ അനുവദിക്കാത്ത ഏതൊരു സിസ്റ്റമും ഡെമിയർജന്റെ ആധുനിക രൂപങ്ങൾ തന്നെയാണ്. വ്യക്തികളെ അടിച്ചമർത്തുന്ന എല്ലാ അധികാര വ്യവസ്ഥകളിലും ഈ വ്യാജ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ടുതന്നെയാണ് അധികാര കേന്ദ്രങ്ങൾ ഗ്നോസിസിനെ, അഥവാ യഥാർത്ഥ അറിവിനെ, എപ്പോഴും ഭയപ്പെടുന്നത്. കാരണം അധികാരികളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അത് നമുക്ക് നൽകുന്നു. എല്ലാ സിംഹാസനങ്ങളും അർഹതപ്പെട്ടതല്ലെന്നും എല്ലാ നിയമങ്ങളും പവിത്രമല്ലെന്നും കാണാനുള്ള വ്യക്തത ആളുകൾക്ക് ലഭിക്കുന്നു. അധികാരത്തിന്റെ മായയിൽ കുടുങ്ങാതിരിക്കാൻ ഈ അറിവ് വളരെ അത്യാവശ്യമാണ്. ഈ സിനിമാറ്റിക് എക്സ്പ്ലെയിനർ നമ്മൾ അവസാനിപ്പിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഈ ഒരു ചിന്തയോടെയാണ്. ഈ സിസ്റ്റത്തിന്റെ മായയിൽ നിന്ന് ഉണരാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ പ്രകാശം, ആ സ്ഫുലിംഗം സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ വലിയ വ്യവസ്ഥിതിയിൽ നിന്ന് പുറത്തു കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇതൊന്നാലോചിച്ചു നോക്കൂ. കൂടുതൽ ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം.